ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സ്ഥലങ്ങളിൽ തൗഹീദിനോട് ചേർത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് മാതാപിതാക്കളോടുള്ള ഇഹ്സാൻ എന്ന് പറയുന്നത്. അവരോട് നന്മ ചെയ്യുക എന്ന് പറയുന്നത് ആ ആയത്തിൻ്റെ അവസാനത്തിൽ ആയത്തിൻ്റെ ബാക്കി മാതാപിതാക്കളോട് എങ്ങനെയാണ് നമ്മൾ നന്മയിൽ വർത്തിക്കേണ്ടത് എന്നുള്ളത് പൂർണ്ണമായി പറഞ്ഞു തന്നിട്ടുള്ള ആയത്താണിത്. സൂറത്തുൽ ഇസ്രായിൽ 5 കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഒന്ന്, വബിൽ വാലിദൈനി ഇഹ്സാന ബദ്ലുൽ മഅറൂഫ് എന്ന് പറയും. എന്തെല്ലാം നന്മകളായിട്ട് ദുനിയാവിലുണ്ടോ അത് സാധിക്കുന്ന എത്ര മാതാപിതാക്കൾ ചെയ്തു കൊടുക്കണം. രണ്ടാമതായി പറയുന്നത് നോക്കൂ, അവരിൽ ഒരാൾ അല്ലെങ്കിൽ 2 പേർ അവരുടെ പ്രായാധിക്യത്തിൽ വയസ്സായ സമയത്ത് നിങ്ങളുടെ അടുക്കലേക്ക് അവർ ഉണ്ട് എന്ന് വിചാരിക്കുക. ഫല തഖുൽ ലഹുമാ ഉഫിൻ, നിങ്ങൾ അവരോട് ഏറ്റവും നീരസം പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും ചെറിയ വാക്കാണ് അറബിൽ ഉഫ് എന്ന് പറയുന്നത്. നീരസം പ്രകടിപ്പിക്കാൻ, ഇഷ്ടമല്ല എന്ന് പ്രകടിപ്പിക്കാൻ ഇങ്ങനെ ആക്കുന്നത് ഉഫാണ്, ഏറ്റവും ചെറിയ വാക്കാണ്. അത് ചെയ്യാൻ പാടില്ല. വല തൻഹർഹുമാ, അവരോട് കയർത്ത് സംസാരിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറഞ്ഞിട്ടുള്ളത്? പ്രായമായ മാതാപിതാക്കളുടെ വിഷയമാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം പ്രായത്തിന് മുമ്പ് അവരോട് എങ്ങനെ സംസാരിക്കില്ല. ഇത് പ്രായമാകുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരിക, അല്ലേ? ആ സമയത്താണ് മാതാപിതാക്കളിൽ നിന്നും നമുക്ക് പല രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരെ ചിലപ്പോൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും. പക്ഷേ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെറുതോ വലുതോ ആയ ഒരു ഉപദ്രവം അവർക്ക് ഉണ്ടാകാൻ പാടില്ല. മൂന്നാമതായി പറയുന്നു വഖുൽ ലഹുമാ ഖൗലൻ കരീമ, അവരോട് നിങ്ങൾ മാന്യമായ വാക്ക് പറയണം, നല്ല സന്തോഷം ഉണ്ടാക്കുന്ന വാക്കുകൾ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക വേണം. അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹു നിങ്ങൾക്ക് നല്ല ഇത് തരട്ടെ, ബറക്കത്ത് തരട്ടെ, ആഫിയത്ത് തരട്ടെ, സിഹത്ത് തരട്ടെ, ആരോഗ്യം തരട്ടെ. ഇതൊക്കെ നമ്മൾ അവർക്ക് വേണ്ടി അവരുടെ മുന്നിൽ പ്രാർത്ഥിക്കുക. അത് അവർ ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അങ്ങനെ അവരോട് നല്ല നല്ല വാക്കുകൾ, മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന വാക്കുകൾ, അത് നമ്മൾ അവരോട് പറയണം എന്നുള്ളതാണ്. പിന്നെ അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ കാരുണ്യത്തിൻ്റെ ചിറക് അവർക്ക് 2 പേർക്കും വിരിച്ചു കൊടുക്കുക. വഖുർ റബ്ബി ഇർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, നിങ്ങൾ എന്നിട്ട് പ്രാർത്ഥിക്കുക അള്ളാഹുവിനോട്, റബ്ബി എൻ്റെ റബ്ബേ ഇർഹംഹുമാ, നീ അവർ 2 പേർക്കും കാരുണ്യം ചൊരിഞ്ഞു കൊടുക്കണേ. കമാ റബ്ബയാനി, അവർ 2 പേരും എന്നെ പോറ്റി വളർത്തിയതുപോലെ, സഗീറ ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത്.